ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണിയുടെ വീഡിയോ ആയിട്ട് വന്നേക്കെ. പ്രോൺസ് ബിരിയാണി നമ്മൾ പുറത്തൊക്കെ പോയി റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ എത്ര വില കൂടിയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന്, നല്ല ടേസ്റ്റത്തോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടിച്ചതും, ടേസ്റ്റ് അനുസരിച്ച് ഉപ്പും, ഒരു നാരങ്ങ നീരും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ, ഞാൻ ഒരു ദിവസം മുഴുവൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അധികം 1-2 മണിക്കൂറത്തേക്കെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അത് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കാവുള്ളൂ, പുറത്ത് വെക്കാൻ പാടില്ല. ഇത് നമുക്കാണെങ്കിൽ ഒരു 5-6 സവാള നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇതൊന്നും നന്നായിട്ട് കാരമൽ ചെയ്തെടുക്കാം. കുറച്ചെടുത്ത് മാറ്റി വയ്ക്കണേ. അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് നമുക്കാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞ് നമുക്കൊരു 3-4 തക്കാളി സ്ലൈസായി അതും അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നു കഴിയുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 4 ടേബിൾ സ്പൂൺ നമുക്ക് മുളക് പൊടിയും, പിന്നെ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് പെരിഞ്ചീരകം പൊടിച്ച് ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ, കരിഞ്ഞൊന്നും പോകാതെ മസാല സൂക്ഷിക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ ചൂടുവെള്ളം എപ്പോഴും ഒഴിച്ച് കൊടുക്കുക. അവൾ കേട്ടോ, തണുത്തോളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. കുറച്ച് ചൂടുവെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ നമുക്കാണെങ്കിൽ ഒരു പിടി നമുക്കാണെങ്കിൽ മല്ലിയിലയും പുതിനയിലും അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഒത്തിരി പുളിയില്ലാത്ത തൈര് നോക്കിയാണ് എടുക്കുക. ഫ്രഷായിട്ട് എടുക്കണം. തൈര് എടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് മിക്സാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതേ കണ്ടില്ലേ, എണ്ണയൊക്കെ സൈഡിൽ നിന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങി, തൈരൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒരു തള വരുന്നവരെ, അല്ലെങ്കിൽ ഒന്ന് ഇച്ചിരി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നമുക്ക് ദം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പാത്രം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ നമ്മൾ ചെമ്മീൻ വേണമെങ്കിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ല, അതും ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കാം. ഒത്തിരി സമയം എടുക്കത്തില്ല, പ്രോൺസ് അധികം സമയം എടുക്കത്തില്ല വേവാനായിട്ട്. 5 മിനിറ്റ് സമയം മതി. ഒത്തിരി നമ്മൾ വേവിക്കുവാണെങ്കിൽ അത് ഭയങ്കര ചൂയായി പോകും കേട്ടോ. നല്ല ചില റബ്ബർ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്ര അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനാണ് ചോറ് 1/2 കിലോ അരി എടുത്തിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണി റൈസ് എങ്ങനെ ഉണ്ടാക്കുക നമുക്കറിയാമല്ലോ, ചോറ് എങ്ങനെ വേവിക്കേണ്ടതെന്ന്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഓൾ സ്പൈസസ് നമുക്ക് അതിട്ട് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ബാസ്മതി റൈസ് 1/2 മണിക്കൂർ അതിന് മുന്നേ കുതിർത്തി വെക്കണം. ഞാൻ ഇപ്പോൾ 1/2 കിലോ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ചെമ്മീന് 1/2 കിലോ റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കത് ഇട്ടിട്ട് ഒരു 90% വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല, കയ്യിലെടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. നടക്കുന്നു 2ആയിട്ട് പൊട്ടി വരുന്നുണ്ടെങ്കിൽ ആ പാകം മതി കേട്ടോ. ഇത് നമുക്കാണെങ്കിൽ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടില്ല, എന്നിട്ട് നമുക്കാണെങ്കിൽ അത് അരി ഇട്ട് കൊടുക്കാം. 1 ലെയർ ആദ്യത്തെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കുറച്ച് സവാള വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം. യെല്ലോ ഫുഡ് കളർ 2-3 ഡ്രോപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബിരിയാണി എസൻസും ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇത് അതില്ലെങ്കിൽ ഗരം മസാല ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഗരം മസാല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് നമുക്ക് സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിൽ നമുക്ക് ദം ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഒരു 10-15 മിനിറ്റേക്ക് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.